വിജേഷേ, നമ്മുടെ 71ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. കുറേയൊക്കെ അത്ഭുതങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കുറേയൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന കുറച്ച് പേർക്ക് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മൊത്തത്തിൽ എങ്ങനെയാണ് നമ്മൾ വിലയിരുത്തേണ്ടത്? എല്ലാ കാലത്തും ഉള്ളതുപോലെ തന്നെ ദേശീയ അവാർഡ് പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ പിന്നാലെ വിവാദം ഉണ്ടാവും. ഇത്തവണയും വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇതിൽ എടുത്തു പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഷാറൂഖ് ഖാൻ്റെ ജവാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് മികച്ച നടനുള്ള ഒരു അംഗീകാരം ഷാറൂഖ് ഖാൻ ലഭിച്ചു എന്നുള്ളതാണ്. സന്തോഷമുണ്ട് ഷാറൂഖ് ഖാൻ അവാർഡ് കിട്ടിയത്. കാരണം 37 വർഷം ആയി ഈ കരിയർ അദ്ദേഹം തുടങ്ങിയിട്ട് അതിൽ ഇതുവരെ അദ്ദേഹത്തിന് ഒരു ദേശീയ അവാർഡ്, മികച്ച നടനുള്ള ദേശീയ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല. പക്ഷേ അഭിനയ മികവ് കൊണ്ടല്ല ഇത്തവണ അവാർഡ് കൊടുത്തത്. ഈ അവാർഡ് ഷാരൂഖ് ഖാൻ പിന്നെ എന്താ സഹായ യോജന പ്രകാരം കൊടുത്തതാണ്. മിക്കവാറും ഷാരൂഖ് ഖാൻ സഹായ യോജന ഇനിയായിരിക്കും ഒരു റിട്ടയർമെന്റ് കാലത്ത് ഷാരൂഖ് ഖാൻ തന്നിട്ടുണ്ട് അവസാനം. അപ്പോൾ ഇതുകൊണ്ട് തൃപ്തിപ്പെടണം, ഇനി കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത്, ഇനി അധികം ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഷാരൂഖ് ഖാൻ അവസാനത്തെ ഒരു കൊടുത്ത് അങ്ങോട്ട്. അദ്ദേഹത്തിന്റെ അഭിനയ പ്രാധാന്യമുള്ള സിനിമകൾ ഒരു പരിധിക്കപ്പുറം ഈ അദ്ദേഹത്തിന്റെ ആരാധകർ പോലും ആഘോഷിച്ചിട്ടുണ്ടാകില്ല. ഇപ്പോൾ മൈ നെയിം ഈസ് ഖാൻ, സ്വദേശ് പോലുള്ള സിനിമകൾ അത് ഹിറ്റായിരുന്നു, പക്ഷെ ഒരു സൂപ്പർ ഹിറ്റൊന്നും ആയിട്ടില്ല. അപ്പോൾ ആ സിനിമകൾ ആഘോഷിക്കപ്പെടാതെ പോയപ്പോൾ ഒരു മാസ് മസാല പടത്തിന്, അതായത് ഹിന്ദി സംസാരിക്കുന്ന ഒരു തമിഴ് സിനിമയ്ക്ക്, അതായത് തട്ടുപൊളിപ്പടം എന്നൊക്കെ പറയുമല്ലോ, കൃത്യം ചേരുംപടി ചേർത്ത് ഡാൻസ് ഫൈറ്റൊക്കെ ഉള്ള ഒരു തമിഴ് പടം എങ്ങനെയാണോ അതേപോലെ ചിത്രീകരിക്കപ്പെട്ട ഒരു ഹിന്ദി സിനിമയ്ക്ക് കൊടുത്ത അവാർഡ്. ജവാൻ എന്നുള്ള പേരായിരിക്കും ചിലപ്പോൾ ഒരുപക്ഷെ ഷാറൂഖ് ഖാൻ അവാർഡ് കിട്ടാൻ ദേശീയത എന്നൊക്കെ കണക്കിലെടുത്തിട്ട്. അതായത് അത് ഒരു ജവാന്റെ കഥ തന്നെയാണ് പറയുന്നത്. അതായത് തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ ഒരു ജവാന്റെ വീരസാഹസിക കഥയാണ് ആ സിനിമ പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് കുറച്ച് ദേശീയ ബോധമൊക്കെ കിട്ടിക്കോട്ടെ എന്ന് കരുതി കൊടുത്തതായിരിക്കണം. അല്ല, അതിനകത്ത് മുന്നിലത്തെ വർഷം പുഷ്പ എന്ന് പറയുന്ന സിനിമയിൽ അല്ലു അർജുന് ദേശീയ അവാർഡ് കൊടുത്ത ടീമൊക്കെ ആയതുകൊണ്ട് അല്ലു അർജുൻ അവാർഡ് കിട്ടുമെങ്കിൽ ഉറപ്പായിട്ട് ഷാരൂഖ് ഖാൻ 3 തവണ കൊടുക്കണം. വലിയ കുറ്റമൊന്നും പറയണ്ട. പക്ഷേ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അവാർഡ് കമ്മിറ്റിയുടെയും അവാർഡിന്റെയും എന്താ പറയാ മൂല്യം ഇടിഞ്ഞു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തിനാണ് ഈ അവാർഡ് കൊടുക്കുന്നത്? ഇതിപ്പോൾ പൈസ കൊടുത്തിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് പ്രാഞ്ചിയേട്ടന്മാർ ചെറിയ ചെറിയ അവാർഡുകൾ കിട്ടാൻ 5000-10000 ഒക്കെ കൊടുത്തിട്ട് സ്റ്റേജിൽ വന്നിട്ട് പൊന്നാട അണിയിച്ച് ഷീൽഡൊക്കെ വാങ്ങിച്ചിട്ട് പോകും. അത് ബാക്കിൽ കൂടെ അവർ പൈസ കൊടുത്തിട്ടാണ് വാങ്ങിക്കുന്നത്, എല്ലാവർക്കും അറിയാം. ആ ഒരു തരത്തിലേക്ക് ഈ ദേശീയ അവാർഡ് പോലും തരംതാണു പോകുന്നു എന്ന് കാണുമ്പോൾ ഉള്ള ഒരു പ്രശ്നമാണ്. പോട്ടെ, മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കേരള സ്റ്റോറിയാണ്. അതായത് നമ്മൾ പറയാം വിക്രം മാസയുടെ കാര്യം അത് പറയാതിരിക്കാൻ പറ്റില്ല. വിക്രം മാസ അദ്ദേഹം ഒരു മികച്ച അഭിനേതാവാണ്. ആ ചിത്രം പക്ഷേ പലപ്പോഴും ഒരുപാട് ജനങ്ങളിലേക്ക് എത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ചിത്രം. OTT-യിൽ വന്നതിന് ശേഷമാണ് ആ ചിത്രം ആൾക്കാർ ശ്രദ്ധിച്ചത്. തിയേറ്ററിൽ ആ പടം അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു അംഗീകാരം തന്നെയാണ്. ഷാറൂഖിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ അഭിപ്രായ വ്യത്യാസം, പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. വേറെ ഒന്നും കൊടുക്കാൻ അവർ തീരുമാനം ഉണ്ടായിരുന്നില്ല, ഷാറൂഖിന് കൊടുത്തു, അതൊക്കെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കേരള സ്റ്റോറിയുടെ കാര്യത്തിലാണ്. മികച്ച സംവിധായകനും മികച്ച സിനിമാറ്റോഗ്രാഫറും. ഈ ഒരു സിനിമയുടെ സംവിധായകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു സിനിമയിൽ എന്താണ് ഇവർ നോക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് ഈ ഒരു നാടിനെ മുഴുവൻ നാണക്കേടാക്കി വർഗീയ വിദ്വേഷം പറഞ്ഞ് ആ നാട്ടിലെ സാഹചര്യവുമായിട്ട് യാതൊരു പുലബന്ധവും ഇല്ലാത്ത കുറേ കാര്യങ്ങൾ കുത്തി നിറച്ചിട്ട് ഒരു നാടിനെ നാണം കെടുത്തിയിട്ടുള്ള ഒരു ചിത്രത്തിന് ഒരു ദേശീയ അംഗീകാരം കൊടുക്കുമ്പോൾ അവരെന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, അതായത് ഈ IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച വാർത്തകൾ വന്നിരുന്നു. അതിൽ കുറേയൊക്കെ യാഥാർത്ഥ്യങ്ങളുണ്ട് താനും. പക്ഷേ അത് നമ്മുടെ കേരളത്തെ മൊത്തം ആ രീതിയിൽ ചിത്രീകരിച്ച് കേരളത്തെ മോശപ്പെടുത്തുന്ന തരത്തിലാണ് ആ ചിത്രം തയ്യാറാക്കപ്പെട്ടതെന്നാണ് പൊതുവെ വിമർശനം വന്നത്. അപ്പോൾ അത് കേരളത്തിൽ അതിനെ ആ രീതിയിൽ സ്വീകരിക്കപ്പെട്ടപ്പോൾ വടക്കേ ഇന്ത്യയിൽ അല്ലെങ്കിൽ മറ്റിടങ്ങളിലൊക്കെ കേരളത്തെക്കുറിച്ച് മറ്റൊരു ധാരണ ഉണ്ടാകുന്ന തരത്തിലാണ് ആ ചിത്രം സ്വീകരിക്കപ്പെട്ടത് എന്നുള്ളതാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് അവാർഡ് കൊടുക്കുന്നതിലൂടെ അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്നുള്ള ആക്ഷേപത്തിന് അതിൽ കാര്യമുണ്ട്. അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുന്നവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. അതെ, അതാണിപ്പം വലിയ പ്രതിഷേധമായിട്ട് വന്നൊരു കാര്യം. പിന്നെ മറ്റേ നമുക്ക് സന്തോഷിക്കാനുള്ള 2 കാര്യങ്ങൾ, ഒന്ന് ഉർവശിയുടെ അവാർഡും പറഞ്ഞതുപോലെ. ഉർവശിയുടെ ഉള്ളൊഴുക്കിലെ പ്രകടനത്തിന് അവർക്ക് സഹനടിക്കുള്ള അവാർഡല്ല, അവർക്ക് മികച്ച നടിക്കുള്ള അവാർഡ് കിട്ടണമെന്നൊരു പക്ഷക്കാരനാണ് ഞാൻ. കാര്യം ആ സിനിമ കണ്ടവർക്ക് ഉർവശിയുടെ അഭിനേതാവിനെ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമേ ഇല്ല. പക്ഷേ അവർക്ക് കിട്ടുന്ന ഒരു സഹനടിയായിട്ട് ഒതുക്കപ്പെടുന്നതിൽ എനിക്ക് കടുത്ത അതൃപ്തിയുണ്ട്. ഒരു മികച്ച നടിയായിട്ട് തന്നെ തിരഞ്ഞെടുക്കപ്പെടേണ്ടതായിരുന്നു. ഒരുപക്ഷെ അതിൽ പാർവതി തെരുവോത്ത് അതിലെ നായിക കഥാപാത്രമായതുകൊണ്ട് നായിക അവർ പാർവതിയും ഉർവശി സഹനായികയായിട്ട് ആ വിഭാഗത്തിലാണോ പരിഗണിക്കപ്പെട്ടതെന്നറിയില്ല. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം പരിഗണിക്കപ്പെട്ടിട്ടുണ്ടാവുക. പല കാറ്റഗറിയിലെല്ലാം ആണല്ലോ ഇതെല്ലാം പരിഗണിക്കപ്പെടുന്നത്. മികച്ച നടി, മികച്ച നടൻ, സഹനടി, സഹനടൻ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ പൂക്കാലം എന്ന് പറഞ്ഞ സിനിമ, ആ സിനിമ കണ്ടിരുന്നു പ്രേമ? കണ്ടിരുന്നു. വിജയരാഘവന്റെ
അതായത് സമീപകാലത്ത് വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുത്താണ് നമുക്ക് സംബന്ധിച്ച്. കാര്യം നമുക്ക് അഭിനേതാക്കൾ നമ്മളെയൊക്കെ സിനിമ കാണിക്കാൻ പ്രേരിപ്പിച്ച അഭിനേതാക്കൾ പലർക്കും നമുക്കില്ലാതായിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ശങ്കരാടി, ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, അതേപോലെ ഇപ്പോൾ ജഗദീഷ് ശ്രീകുമാർ അദ്ദേഹം സജീവമായിട്ടില്ല, ഇന്നസെൻ്റ് ഇല്ല. അപ്പോൾ നമ്മുടെ നൊസ്റ്റാൾജിയ എന്നൊക്കെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ട അവസാന കണ്ണികളിൽ ഒരാളാണ് വിജയരാഘവൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ 52 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ ഒരു ദേശീയ അംഗീകാരം കിട്ടുന്നു എന്ന് പറയുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്ക് കൊടുക്കുന്ന ഒരു അംഗീകാരമായിട്ട് തന്നെ അതിനെ വിലയിരുത്തണം. അത് അത്രമാത്രം സന്തോഷം എന്നുള്ള അദ്ദേഹം പല മാധ്യമങ്ങളിൽ പ്രകടമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത്രയും വർഷം ഞാൻ അഭിനയിച്ചു, പല വേഷങ്ങൾ ചെയ്തു, പക്ഷേ ഇപ്പോഴാണ് എനിക്കൊരു ദേശീയ അംഗീകാരം കിട്ടുന്നത് എന്നുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ മലയാളത്തിൽ നിന്ന് ഏതൊക്കെ ചിത്രങ്ങളാണ് ഇത്തവണ ദേശീയ പുരസ്കാരം? പൃഥ്വിരാജിന്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അതിലൊരു ആശയക്കുഴപ്പമുണ്ട് അല്ലേ? അതെ, ഉറപ്പായിട്ട്. കാരണം നമ്മൾ കരുതുന്നത് ഇപ്പോൾ 2025 ഇത് പ്രഖ്യാപിച്ചത്. അപ്പോൾ 2020 കഴിഞ്ഞ വർഷത്തെ വെച്ചുകൊണ്ടാണ് പരിഗണിക്കുന്നതെന്നാണ് നമ്മുടെ പൊതുവെയുള്ള ധാരണ. എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 2023 സെൻസറിങ് കഴിഞ്ഞത്, അല്ലെങ്കിൽ സെൻസറിങ്ങിനുള്ള അപേക്ഷ കൊടുത്തത്, അതിൻ്റെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കുകയോ 2023 റിലീസായതോ ആയ സിനിമകളെയാണ് ദേശീയ അവാർഡിന് പരിഗണിച്ചിരിക്കുന്നത്. നിർഭാഗ്യവശാൽ ആടുജീവിതം, പൃഥ്വിരാജിൻ്റെ ആടുജീവിതം സെൻസറിങ്ങിന് അപേക്ഷ കൊടുത്തത് ജനുവരിയിലാണ്, 2024 ജനുവരിയിൽ. സെൻസറിങ് കഴിഞ്ഞ 2024 ഫെബ്രുവരിയിൽ, റിലീസ് ചെയ്തേക്കുന്ന മാർച്ച് 28. അപ്പോൾ പൃഥ്വിരാജിനും ആടുജീവിതത്തിനും അടുത്ത വർഷത്തേക്കുള്ള ദേശീയ അവാർഡിന് വേണ്ടി മത്സരിക്കാവുന്നതാണ്. അതേപോലെ സൗത്ത് ഇന്ത്യയിൽ നിന്ന്, തമിഴിൽ നിന്ന് വിജയ് സേതുപതിയുടെ മഹാരാജയൊക്കെ നമ്മൾ വലിയ രീതിയിൽ പ്രേക്ഷക പ്രശംസ നേടിയ സിനിമകളാണ്. പക്ഷേ അതൊക്കെ ഇതേ പ്രശ്നം തന്നെ അതിനുമുണ്ട്. 2024 റിലീസായ മൂവിയാണ്. പക്ഷേ മമ്മൂട്ടിക്ക് ഒരു നിരാശയ്ക്ക് സാധ്യതയുണ്ട്. മമ്മൂട്ടിയുടെ കാതൽ ദ കോർ, അത് വലിയ രീതിയിൽ മമ്മൂട്ടിയിലെ അഭിനേതാവിന് കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു സിനിമയാണ്. പക്ഷേ അത് എന്തുകൊണ്ടോ പരിഗണിക്കപ്പെട്ടില്ല. ഒരുപക്ഷെ ഷാരൂഖ് ഖാൻ നേരത്തെ പറഞ്ഞതുപോലെ ഷാരൂഖ് ഖാൻ സന്തോഷ് യോജന കൊടുക്കുന്നതുകൊണ്ടായിരിക്കണം മമ്മൂട്ടിയൊക്കെ പോലുള്ളവർ തഴയപ്പെട്ടത്. എല്ലാ കാലഘട്ടത്തിലും ഉള്ളതാണ് നമ്മൾ ഈ ദേശീയ അവാർഡ് പ്രഖ്യാപനം, സംസ്ഥാന അവാർഡ് പ്രഖ്യാപനത്തിൽ ഈ വിവാദങ്ങൾ ഉണ്ടാവാറ്. അതെ, നമുക്ക് ഒരു പരിധിക്കപ്പുറം ഈ ജൂറിയെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒക്കില്ല. കാര്യം കേരളത്തിലെ സാഹചര്യം നമുക്കറിയാമല്ലോ. കേരളത്തിലും കൃത്യമായ ഇടതുപക്ഷ സ്വാധീനം ഈ സിനിമാ മേഖലയിലുണ്ട്. കൃത്യമായ അവരുടെ സ്ഥാനങ്ങളിലിരിക്കുന്നു. ഇപ്പോൾ കമൽ, മുൻ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത്, ഇപ്പോഴുള്ള പ്രേംകുമാർ, ഇതെല്ലാം പൊളിറ്റിക്കൽ നിയമനങ്ങളാണല്ലോ. അപ്പോൾ കൃത്യമായി ഇവിടെയും രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് എന്നുള്ളത് പ്രകടമാണ്. ഒരു പരിധിവരെ ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന സംഘടനയെ നിയന്ത്രിച്ചിരുന്ന ഇന്നസെൻ്റ് ആയിരുന്നു. ഇന്നസെൻ്റ് ഇടതുപക്ഷത്തിൻ്റെ MP ആയിരുന്നല്ലോ. അപ്പോൾ ഇത്തരം കൃത്യമായ സ്വാധീനം നമ്മുടെ കേരളത്തിലും ഉണ്ട്. അപ്പോൾ നമുക്കൊരു പരിധിക്കപ്പുറം ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന സിനിമകളിൽ പൊളിറ്റിക്കൽ അജണ്ട ഉണ്ട് എന്നുള്ളത് കൃത്യമായി നമുക്ക് സ്ഥാപിക്കാനൊക്കില്ല. കാര്യം കേരളത്തിൽ നിന്നുള്ള ഇത്തരം സാഹചര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെയും ഇത്തരത്തിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ റിലീസായ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ, അത് കൃത്യമായി ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഉപയോഗിക്കുകയായിരുന്നു. കൃത്യമായി അതായത് കേരളത്തിൽ നിന്നാൽ ഇടതുപക്ഷ രാഷ്ട്രീയം പറഞ്ഞാലേ രക്ഷയുള്ളൂ. അതുകൊണ്ട് അതായത് സംഘപരിവാർ അജണ്ടയെ തുറന്നു കാണിക്കണം, എങ്കിലേ ഇവിടെയുള്ള ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്താൻ പറ്റുള്ളൂ എന്നൊരു ചിന്താഗതിയിൽ അവർ കൃത്യമായത് ഉപയോഗിച്ചു. അവർ വലിയ വിജയം നേടാനായി. അപ്പോൾ ഇത്തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും രണ്ടു കൂട്ടരും ഈ വികാരങ്ങളെ, ഈ ലോല വികാരങ്ങളെ കൃത്യമായി സിനിമയ്ക്ക് വേണ്ടി, സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ ഇപ്പോൾ OTT റിലീസും ഒരു സാധ്യതയാണ്. നമുക്ക് ഒരു മാസ് ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തേണ്ട കാര്യമില്ല. അപ്പോൾ ഏത് അജണ്ടയും എങ്ങനെ വെച്ചും സിനിമകൾ നിർമ്മിക്കാം. അത് ഒന്നോ രണ്ടോ ആഴ്ചയിൽ തിയേറ്ററിൽ സഹിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ മൊബൈൽ ഫോണിലോ വീട്ടിലെ സ്വീകരണ മുറിയിലോ ഇരുന്ന് കാണുന്ന സിനിമയ്ക്ക് അത് കൃത്യമായി അതിനോട് താല്പര്യമുള്ളവർ അത് കണ്ടുകൊള്ളും എന്നുള്ളൊരു കാഴ്ചപ്പാട് സിനിമാ മേഖലയിലുള്ളവർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഈ അവാർഡ് കമ്മിറ്റിയെയോ അതിൻ്റെ പിന്നിലുള്ള അണിയറ കഥകളെയോ അവരുടെ അജണ്ടകളെയോ ഒരു പരിധിക്കപ്പുറം കുറ്റപ്പെടുത്താൻ പറ്റാത്തൊരു സാഹചര്യവും ഉണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.